കായംകുളം ഒന്നാംകുറ്റി ദേവഹസ്ത ആയുർവേദ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിൽ കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരും CSLPS പെരിങ്ങാലയിലെ അധ്യാപകരും പാലിയേറ്റീവ് കെയർ പ്രതിജ്ഞയെടുത്തു. കായംകുളം ഒന്നാംകുറ്റി ദേവഹസ്ത ആയുർവേദ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിൽ കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരും CSLPSലെ അധ്യാപകരും പാലിയേറ്റീവ് കെയർ പ്രതിജ്ഞയെടുത്തു. ബാങ്ക് സെക്രട്ടറി ബിജു ആർ, അസിസ്റ്റന്റ് സെക്രട്ടറി അനിത, സ്കൂൾ ഹെഡ് മിസ്സസ് അന്നമ്മ, സജിത്ത് എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NT നിഷ പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മയിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കേരളത്തിലെ പോലെ ഇത് വേറെ എവിടെ ആചരിക്കുന്നുണ്ടാവില്ല. കാരണം കേരളം മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ പാലിയേറ്റീവ് കെയർ രംഗത്തും ലോകത്തിന് മാതൃകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ടീം പോലും ട്രെയിനിങ്ങിന് വന്നത് കേരളത്തിലാണ്. ലോകാരോഗ്യ സംഘടന പാലിയേറ്റീവ് കെയറിന്റെ കാര്യത്തിൽ കേരള മാതൃക എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർഷത്തെ പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്നത് പറയാൻ കാര്യം, അയൽപക്ക കൂട്ടായ്മ പാലിയേറ്റീവ് പരിചരണത്തിന് എന്നുള്ളതാണ്. അതായത് ഈ പാലിയേറ്റീവ് പരിചരണം എന്ന് പറഞ്ഞാൽ ചികിത്സ എന്നതിനപ്പുറം അത് നമുക്കറിയാലോ, കിടപ്പ് ജീവിതദൈർഘ്യം കൂടി വരികയാണ്. ഒരുപാട് കിടപ്പ് രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെയൊക്കെ അണുകുടുംബമായി പണ്ടത്തെ പോലെ അമ്മുമ്മയെ നോക്കാൻ വീട്ടിൽ അമ്മമാർ ഇരിപ്പുണ്ടാവില്ല, അയൽവക്കത്തു നിന്ന് വന്ന് വർത്താനം പറയാൻ ആളുണ്ടാവില്ല. ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ ഇത് വലിയൊരു പ്രശ്നമാവരുതെന്നുള്ള ഒരു മുൻധാരണയോടെ തന്നെ, അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടോ നമുക്കിപ്പോൾ പണമുള്ളവരെന്നോ പണം ഇല്ലാത്തവരെന്നോ ഒന്നും ഇല്ല, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ സാർവത്രികമായ പാലിയേറ്റീവ് കെയർ പരിചരണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഡോക്ടർമാരെ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടാവും പാലിയേറ്റീവിന്റെ വണ്ടി എല്ലാ മാസവും വരും, ട്യൂബ് മാറ്റല് അല്ലേ, ഇതൊക്കെ കുറേ സാധനങ്ങൾ കൊടുക്കണം. പക്ഷെ ഇതൊന്നും കൊണ്ട് പാലിയേറ്റീവ് കെയർ ആവില്ല. കാരണം പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഭീകരമായ രോഗമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരു രോഗിയുടെ മാത്രമല്ല, രോഗിയുടെ മൊത്തത്തിലുള്ള ആ കുടുംബത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ഇത് ചികിത്സയോ രോഗം മാറാത്ത രോഗങ്ങളായിരിക്കുമല്ലോ, ദീർഘകാലം ആയിട്ടുള്ള രോഗങ്ങൾ, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഉദ്ദേശം. ജീവകാരുണ്യ പ്രവർത്തനത്തിനപ്പുറം എന്റെ കടമയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ സമയം, സ്നേഹം, വരുമാനത്തിന്റെ ചെറിയ വിഹിതം എന്നിവ ഇവരുടെ ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുമെന്ന് എന്റെ മനസാക്ഷി മുൻനിർത്തി ഞാൻ ഈ കേരള പാലിയേറ്റീവ് കെയർ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ഇമ്മാനുവൽ പ്രതീക്ഷാ ഭവനിൽ പാലിയേറ്റീവ് സന്ദർശനവും പരിശോധനയും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ബിജു നസറുള്ള പാലിയേറ്റീവ് സന്ദർശന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷാ ഭവൻ ഡയറക്ടർ മധു പോൾ, അനിത മധു എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.